മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനത്തിലാണ്. ഇവിടെ നിന്നും മെയ് 10 ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. പക്ഷേ അതിനു മുൻപ് മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതും അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും. ഇത് വളരെ അശുഭഫലങ്ങൾ നൽകുന്ന ഒരു യോഗമാണ്. ഏകദേശം 50 ദിവസത്തോളം പിശാചി യോഗം നടക്കുന്നതായിരിക്കും. അതായത് മാർച്ച് 29 മുതൽ മെയ് 18 വരെ. മെയ് 18 രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ഈ യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ഇതിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ 12 രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത്. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം ഇനി 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. പിശാചി യോഗം കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. കുംഭം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലാണ് ശനിയും രാഹുവും നിൽക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് കർക്കശത വരുന്നതും അത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും. കുടുംബത്തും എല്ലാവരോടും ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം. ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. ശനിയും രാഹുവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രഭാവം എല്ലാ രാശിക്കാരെയും, എല്ലാ ഗ്രഹങ്ങളെയും, എല്ലാ ഭാവങ്ങളെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. മെയ് 18 രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ യോഗം അവസാനിക്കുന്നതും ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങളും മറ്റും വേറെ വേറെ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു പ്രവേശിക്കുന്നത് കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിലേക്കാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ രാഹു 2025 നവംബർ 23 വരെ നിൽക്കുന്നതായിരിക്കും. ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് ടീച്ചിങ് ലൈനിലുള്ളവർ, കൺസൾട്ടൻ്റ്, മാർക്കറ്റിംഗ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ടൂർസ് ആൻഡ് ട്രാവൽസ്, ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് എന്നീ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ധനസ്ഥാനാധിപനായ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ രാഹു നിൽക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ വൃദ്ധി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ 7 ശനിയുടെ 3-ാം ചരണത്തിലായിരിക്കുമല്ലോ. ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനം, അതായത് ഇൻകമിൻ്റെ സ്ഥാനമായ 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. രാഹു സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഈ 1.5 വർഷക്കാലം നൽകുന്നതായിരിക്കും. 11-ാം ഭാവം പരിവർത്തനത്തിൻ്റേതുമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ അനുകൂലമായ ചില പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 5-ാം ഭാവത്തിലായിരിക്കും. ഇത് ലക്ഷ്മി ത്രികോണസ്ഥാനമാണ്. ധനവൃത്തി ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിതമാകുന്നതായിരിക്കും. അതിനാൽ വിദ്യാർത്ഥികൾ ഈ സമയത്ത് നല്ല ശ്രദ്ധ പഠനത്തിൽ ചെലുത്തുന്നത് നല്ലതായിരിക്കും.
രാഹുവിൻ്റെ 7ാം ദൃഷ്ടി 7ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ 9ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ കൂടുതൽ രുചി കാണിക്കേണ്ടി വരും. രാഹു 1-ൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളിൽ ചില സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും. ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ഇതാണ് രാഹുവിൻ്റെ രാശിമാറ്റം കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.